അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് കാണാം. ആദ്യം പപ്പായ തോരനാണ്, കപ്പങ്ങ എന്ന് പറയും ചിലർ. അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ട് ഒരു അരിപ്പയിലിട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കുകയാണ്. മുറിക്കുന്നതിന് മുന്നേ കഴുകും, ഞാൻ മുറിച്ച് കഴിഞ്ഞിട്ടും കഴുകും. അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുകിട്ട് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പം ഒരു ചെറിയൊരു സവാള ചെറുതായി ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പിലയുടെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കപ്പങ്ങ ചേർത്ത് കൊടുക്കുക. ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു മുളക് പൊടിയും കൂടെയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ചെറിയ ചൂടിൽ അടച്ച് വെച്ചാൽ മതി. അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ആ സമയത്ത് തന്നെ ഞാനിവിടെ ചോറ് വേകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആയിട്ടുണ്ട്. അപ്പോൾ ചോറ് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് വാർത്തെടുക്കാം. നല്ലപോലെ കഴുകി വാർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തോരനൊന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കിയിട്ട് അതിലേക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് തേങ്ങ, 2-3 പച്ചമുളകും 2 അല്ലി വെളുത്തുള്ളിയും കൂടിയും ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുക. ആ ചതച്ച തേങ്ങയും കൂടിയും തോരനിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കണം. വെളുത്തുള്ളി ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, നിർബന്ധമില്ല. ആ തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ശരിക്കും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിലെ വെള്ളമയം എല്ലാം വറ്റി നല്ലപോലെ വരട്ടി എടുക്കണം. അപ്പോൾ ആ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കപ്പ് പരിപ്പ്, തോരപ്പരിപ്പാണ്. അത് നല്ലപോലെ കഴുകിയെടുത്ത് വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ 2-3 പച്ചമുളക് കീറിയിട്ട് കൊടുത്തു. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ വേവിച്ചെടുത്തു. അതിലേക്ക് വെറുതെ ഒരു കപ്പ് തേങ്ങ അരച്ചത് നല്ല പേസ്റ്റ് പോലെയാക്കി അരച്ചിട്ട് അത് ചേർത്ത് കൊടുക്കണം. അതിനിടയ്ക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഉള്ളതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി. ഇനിയിപ്പോൾ അത് നല്ലപോലെ ഇളക്കിയിട്ട് തിളച്ച് വരുമ്പം പാകത്തിൽ വെള്ളം ചേർത്ത് തിളച്ച് വരുമ്പം നമ്മൾ തേങ്ങ അരപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കറിവേപ്പിലയും കൂടെയും ഇട്ടിട്ട് പരിപ്പ് കറിയും റെഡിയാക്കി എടുക്കാം. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റുള്ള പരിപ്പ് കറിയും ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഇനി 2-3 പപ്പടം കൂടെയും ഒന്ന് കാച്ചിയെടുക്കണം കേട്ടോ. പപ്പടം കൂടെയും കാച്ചിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പം തന്നെ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചു. അതിനുശേഷം അടുക്കളയെല്ലാം നല്ലപോലെ ക്ലീനാക്കി തുടച്ചിട്ടു. ഇനി നമുക്ക് ചോറ് വിളമ്പാം. അപ്പോൾ ചോറും പപ്പടം ഈ പരിപ്പ് കറിയും തോരനും എല്ലാം കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു ഊണാണ്. കൂടെ കുറച്ച് മോരും ഉണ്ട്. അപ്പോൾ ഈ പരിപ്പിൻ്റെ കൂടെ നെയ്യ് കൂട്ടി കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഫോളോ ചെയ്യണേ.